മറ്റുള്ളവർ എന്തുകൊണ്ടാണ് നമ്മുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാത്തത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ മോശപ്പെട്ട ആളുകളായതുകൊണ്ടൊന്നുമല്ല. ഇതിന്റെ 3 ഹിഡൻ റീസൺസ് പറയാം. നമ്പർ 1, ദേ ബെനിഫിറ്റ് ഫ്രം യുവർ ലാക്ക് ഓഫ് ബൗണ്ടറീസ്. നിങ്ങൾ ഏറ്റെടുക്കേണ്ടാത്ത ഉത്തരവാദിത്തങ്ങൾ പോലും ഏറ്റെടുത്ത് അവരുടെ ലൈഫ് ഈസി ആക്കി കൊടുക്കുമ്പോൾ പിന്നെ എന്തിനാ അവര് ചേഞ്ച് ചെയ്യണം? നമ്പർ 2, യു ടോട്ട് ദം ദാറ്റ് ഇഗ്നോറിംഗ് യുവർ ബൗണ്ടറീസ് ഹാസ് നോ കോൺസിക്വൻസസ്. നിങ്ങളുടെ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ റിപ്പീറ്റഡ് വയലേഷൻസ് വരുമ്പോഴും നിങ്ങൾ അതിനൊരു കോൺസിക്വൻസ് അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നാണ്. നമ്പർ 3, യു ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദർ പെർമിഷൻ ടു എൻഫോഴ്സ് യുവർ ബൗണ്ടറീസ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ബൗണ്ടറീസിനോട് അവർ എഗ്രി ചെയ്യും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരിക്കലും മറ്റേയാളുടെ പെർമിഷൻ എടുത്തിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്. മറ്റേ ആൾ അത് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവർക്ക് കൃത്യമായ കോൺസിക്വൻസ്